में क्या होता है? चित्र में क्या होता है कह सकते हैं? ചിത്രത്തിൽ എന്താ കാണുന്നതെന്ന് പറയാൻ സാധിക്കുമോ? हाँ, एक छोटा लड़का क्या करता है? वो सोता है ना। सोते समय वो सपना देखता है। सपना माने ड्रीम, स्वप्न। हाँ, ड्रीम देखता है, सपना देखता है। हम सब कभी कभी सोते समय सपना देखते हैं इसी प्रकार ले നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ ഇടയ്ക്ക് സ്വപ്നം കാണും അല്ലേ? കാണൂലേ? നിങ്ങളുടെ മൈക്കൊന്ന് ഓണാക്കി വെച്ചോളൂ കേട്ടോ. ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണുമോ? ആ, ഇടയ്ക്കൊക്കെ കാണാറുണ്ട്, ചിലപ്പോഴൊക്കെ കാണാറുണ്ട് അല്ലേ? कभी कभी देखते हैं सपना देखते हैं, लेकिन वो सपना सच होते हैं. അത് സത്യമായി തീരാറുണ്ടോ? കാണുന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാറുണ്ടോ? ആ, ഇല്ല. ആ, ഉറക്കത്തിൽ കാണുന്ന सोते समय हम जो सपना देखते हैं वो सच नहीं होते हैं, सत्य नहीं होते हैं, सफल नहीं होते हैं. ഉറക്കത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊന്നും സത്യമായിരിക്കുകയില്ല, സാഫല്യം ഉണ്ടാകുകയില്ല, അതിനൊന്നും അതൊന്നും യാഥാർത്ഥ്യമായിരിക്കുകയില്ല. इसलिए कहता है दा वहाँ लिखा है, एक छोटी कविता का अंश दिया है. ചെറിയ കവിതാംശം കൊടുത്തിരിക്കുന്നുണ്ടാവും. सपने वे सच नहीं होते जो सोते वक्त देखे जाते हैं. सोते वक्त माने सोते समय. जो सपना, जो ड्रीम हम सोते समय देखते हैं, സ്ലീപ്പിംഗ് ടൈമിൽ കാണുന്ന ഈ സ്വപ്നങ്ങൾ वो सच नहीं होते हैं, वो सत्य नहीं होते हैं, അവയൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല. इसलिए सपने वे सच होते हैं जिनके लिए आप सोना छोड़ देते हैं. छोड़ देना ഉപേക്ഷിക്കുക. സോന छोड़ देना. സോന മാനെ നീന്ത്, സ്ലീപ്പ്, ഉറക്കം. ഏത് സ്വപ്നത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഉറക്കം ഒഴിവാക്കുന്നത്, ഉറക്കമളയ്ക്കുന്നത്, വോ സ്വപ്ന സച്ച് ഹോത്തേ ഹേ, ആ സ്വപ്നമാണ് സത്യമായി തീരുക. അപ്പോൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല സത്യമായി തീരുന്നത്. ഏത് സ്വപ്നത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഉറക്കമളയ്ക്കുന്നത് ആ സ്വപ്നമാണ് യാഥാർത്ഥ്യമായി തീരുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക? ഏത് സ്വപ്നത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഉറക്കമളയ്ക്കുന്നത്, ഉറങ്ങാതിരിക്കുന്നത്, ഉറക്കം ഒഴിവാക്കുന്നത്, ഓ സ്വപ്ന സച്ച് ഹോ ജാത്തേ, ആ സ്വപ്നമാണ് സത്യമായി തീരുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക? നമ്മൾ മനസ്സിൽ കാണുന്ന ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറക്കമിളച്ച് തന്നെ പണിയെടുക്കണം, എന്നാലേ അത് യാഥാർത്ഥ്യമായി തീരൂ. മനസ്സിലായോ? 8ാം ക്ലാസ് പാസ്സാകണം എന്ന് വിചാരിച്ചാൽ മാത്രം പോരാ. എന്ത് ചെയ്യണം? ആ ഉറക്കം തന്നെ ഉപേക്ഷിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. 10ാം ക്ലാസ് പാസ്സാകണമെന്നുണ്ടെങ്കിലോ അതിനും അങ്ങനെ ജീവിതത്തിൽ ഏത് സ്വപ്നം ഉണ്ടെങ്കിലും അത് സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മൾ ഉറക്കമളച്ച് ആ സ്വപ്നം കാണണം, എന്നാലേ അത് യാഥാർത്ഥ്യമായി തീരൂ. ക്ലിയർ ആയോ? अगला हमारे लिए पढ़ने के लिए एक छोटी कविता दिया है. कविता का नाम है सुख दुख. कविता का नाम सुख दुख. हाँ, सुख എന്ന് പറഞ്ഞാൽ സുഖം, ദുഃഖ മാനെ ദുഃഖം. സുഖ ദുഃഖ, सुखവും दुखവും. सुख दुख का अर्थ होता है सुख और दुख. सुखവും ദുഃഖവും. कविता का नाम है सुख दुख. ഒന്ന് പറഞ്ഞു നോക്കിയേ കവിതയുടെ പേര്. सुख दुख. हाँ, कविता ये कवि का नाम होता है सुमित्रानंदन पंत. सुमित्रानंदन पंत. सुमित्रानंदन पंत എങ്ങനെ ഉച്ചരിക്കുക? कवि का नाम सुमित्रानंदन पंत. पंत. सुमित्रानंदन पंत की कविता है सुख दुख. वो हिंदी के एक प्रसिद्ध कवि है, उसका नाम है सुमित्रानंदन पंत. ഞാൻ കവിത ഒന്നും വായിക്കാം.
പഹല്. എല്ലാവരും ഉണ്ടല്ലോ, ഇറങ്ങിപ്പോയില്ലല്ലോ. 40 പേരുണ്ട്. സ്ക്രീനിൽ കവിത കാണുന്നുണ്ട്, പുസ്തകത്തിലും കാണുന്നുണ്ട്. तो पुस्तक देखिए सरा, पुस्तक में देखिए सुख दुख कविता. मैं नहीं चाहता चिर सुख, मैं नहीं चाहता चिर दुख, सुख दुख की खेल में छवनी, कोले जीवन अपना मुख. वाइया, मैं नहीं चाहता चिर सुख, मैं नहीं चाहता चिर दुख, सुख दुख की खेल में छवनी, खोले जीवन अपना मुख. सुख दुख के मधुर मिलन से एक जीवन हो परिपूरन, फिर घन में ओचल हो शशि, फिर शशि से ओचल हो घन. एक बार भी, सुख दुख के मधुर मिलन से एक जीवन हो परिपूरन, फिर घन में ओचल हो शशि, फिर शशि से ओचल हो घन. अगला, जग पीड़ित है अति दुख से, जग पीड़ित रे अति सुख से, मानव जग में बंट जावे, सुख दुख से और दुख सुख से और सुख दुख से. अविरत दुख है उत्पीड़न, अविरत सुख भी उत्पीड़न, दुख सुख की निशा दिवा में सोता जागता जग जीवन. अविरत दुख है उत्पीड़न, अविरत सुख भी उत्पीड़न, दुख सुख की निशा दिवा में सोता जागता जग जीवन. एक सांझ उषा का आंकन, आलिंगन विरह मिलन का, चिरहास अश्रुमय आनंद, ते इस मानव जीवन का. एक सांझ उषा का आंकन, आलिंगन विरह मिलन का, चिरहास अश्रुमय आनंद, रे इस मानव जीवन का. നന്നായിട്ട് കവിത വായിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ഒരു 10 പ്രാവശ്യമെങ്കിലും വായിക്കാം. ഇനി അതിൽ പ്രയാസമുള്ള വാക്കുകൾ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ദിവസം ഞാൻ അതിൻ്റെ നോട്ടുകൾ തന്നെ അയച്ചു തരും, ഗ്രൂപ്പിലിടും. അപ്പോൾ അത് രണ്ടും ആവശ്യമുള്ളവയെല്ലാം നോട്ട് ബുക്കിൽ എഴുതുക കേട്ടോ. അപ്പം കവിതയുടെ മലയാളം ഒന്നും എഴുതണ്ട, അർത്ഥങ്ങളും ചോദ്യോത്തരങ്ങളും ആശയവും ഒക്കെ കവിതയുടെ നോട്ട് ബുക്കിൽ എഴുതണം, പഠിക്കണം. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നില്ലേ? മൈക്കൊക്കെ ഓണാക്കി വെക്കണേ. അർത്ഥം അറിയാത്ത വാക്കിൻ്റെ ഒക്കെ അർത്ഥം നോക്കണേ. മേനഹി ചാഹത്ത ചിരസുഖ്, മേനഹി ചാഹത്ത, ചാഹിന എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക. അർത്ഥം എഴുതുന്നോ? നോട്ട് ചെയ്ത് വെക്കണേ. ചാഹിന ആഗ്രഹിക്കുക. പുസ്തകം നോക്കിയിട്ട് വാക്കെഴുതുക, അർത്ഥം എഴുതുക കേട്ടോ. ചാഹിന എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക. ചിരസുഖ എന്ന് പറഞ്ഞാൽ സ്ഥിരമായ സുഖം, നിരന്തരമായ സുഖം, സുഖം മാത്രം എന്നൊക്കെയുള്ള അർത്ഥം. മേനഹി ചാഹത്ത ചിരസുഖ്, മേനഹി ചാഹത്ത ചിരദുഃഖ്, സുഖ ദുഃഖി കേല് മിച്ചൗനി. കേല് മിച്ചൗനി എന്ന് പറഞ്ഞാൽ കണ്ണുപൊത്തിക്കളി. കേല് മിച്ചൗനി കണ്ണുപൊത്തിക്കളി. കേൽ മിച്ചൗനി കണ്ണുപൊത്തിക്കളി. കേൽ മിച്ചൗനി കണ്ണുപൊത്തിക്കളി. സുഖ ദുഃഖി കേൽ മിച്ചൗനി, കോലെ ജീവൻ അപ്പനാ മുഖ്. കോലെ മാനെ കോൽന തുറക്കുക, ജീവൻ കാ മുഖ് കോൽന. ഇപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഓരോ 4 ലൈൻ തന്നിട്ട് അർത്ഥം എഴുതാൻ ചോദിക്കും. 4 ലൈൻ്റെ 1 ലൈൻ്റെ ഒക്കെ അർത്ഥം തന്നിട്ട് കവിതയിലെ ലൈനുകൾ കണ്ടുപിടിക്കാൻ ചോദിക്കും. ചോദ്യം തന്നിട്ട് ഉത്തരം എഴുതാൻ ചോദിക്കും. ഇങ്ങനെ വാക്കുകൾ തന്നിട്ട് ചേരുംപടി ചേർക്കാൻ ചോദിക്കും. വാക്കുകളും അതിൻ്റെ അർത്ഥവും ക്രമം തെറ്റിച്ച് തന്നിട്ട് ചേരുംപടി ചേർക്കാൻ ചോദിക്കും. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പം അതിനനുസരിച്ച് വേണം പഠിക്കാൻ. ഇനി കവിത का आशय देखे. मैं नहीं चाहता चिर सुख, मैं नहीं चाहता चिर दुख, सुख दुख की खेल में छवनी, കോലെ ജീവൻ അപ്പനാ മുഖ്. ഞാൻ വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ അതിൻ്റെ ഒപ്പം വായിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ വായിക്കാൻ പഠിക്കുക. ഞാൻ വായിക്കുന്ന ഒപ്പം നിങ്ങൾ മനസ്സിൽ വായിക്കണം.
ഒച്ചത്തിലല്ല, അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഒച്ചത്തിൽ വായിച്ച് പഠിക്കുക. ആദ്യം 1-2 പ്രാവശ്യം അക്ഷരമൊക്കെ നോക്കി തപ്പിപ്പറക്കി, നോട്ട് ബുക്കിൽ അക്ഷരമൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ നോക്കി തപ്പിപ്പറക്കി വായിക്കുക. അങ്ങനെ 4-5 പ്രാവശ്യം വായിക്കുമ്പോൾ വായിക്കാൻ പഠിക്കും. അത് കഴിഞ്ഞൊരു 10 പ്രാവശ്യം എല്ലാം കൂടെ കൂടി വായിക്കും. അപ്പം നന്നായിട്ട് കവിത വായിക്കാൻ പഠിക്കും. कवि कहता है मैं नहीं चाहता चिर दुख. सुमित्रानंद नामक कवि कहता है मैं जीवन में चिर सुख निरंतर सुख नहीं चाहता है. मैं नहीं चाहता चिर दुख. इसी प्रकार निरंतर दुख चिर दुख भी मैं नहीं चाहता हूँ. കവി പറയുകയാണ്, ഞാൻ ജീവിതത്തിൽ സ്ഥിരമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സുഖമോ ദുഃഖമോ ആഗ്രഹിക്കുന്നില്ല. സുഖ ദുഃഖിക്ക് खेल मिछौनी खोले जीवन अपना मुख. जीवन का मुख സുഖ ദുഃഖ की खेल मिछौनी के समान होता है. खेल मिछौनी माने കണ്ണുപൊത്തിക്കളി. കണ്ണുപൊത്തിക്കളി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കളിക്കുക? ഒരാൾ കണ്ണുപൊത്തി എണ്ണും, ബാക്കിയുള്ളവർ ഒളിക്കും, അടുത്ത പ്രാവശ്യം വേറൊരാൾ, ഇങ്ങനെ മാറി മാറിയാണ് വരുന്നത് അല്ലേ? സാറ്റ് കളിക്കും. സാറ്റ് കളിച്ചിട്ടില്ലേ? ആ, സാറ്റ് കളിക്കുമ്പോൾ എപ്പോഴും ഒരാൾ തന്നെയാണോ എണ്ണുക? അല്ല, മാറി മാറിയാണ്. ഒരിക്കലും ഒരാൾ മാത്രമായിട്ട് എണ്ണൽ നടക്കുകയില്ല. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ സുഖമോ ദുഃഖമോ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. हमारे जीवन में दुख होता है या सुख होता है. इस समय दुख होता है और दुख होता है. ये निरंतर नहीं रहता है. एक खेल मिछौनी के समान होता है. बारी बारी से आता है. ഇത് മാറി മാറി ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ഇത്രയും കാലം നമുക്ക് സുഖമായിരുന്നു. 2 വർഷമായിട്ട് കോവിഡ് കാരണം ദുഃഖമാണ് അല്ലേ? ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ കോവിഡ് മാറും, വീണ്ടും നമ്മുടെ ജീവിതത്തിൽ പ്രകാശം വരും, സുഖം വരും. അത്രയും നല്ല ഇതിന്റെ അർത്ഥം മനസ്സിലായോ സംശ? कवि कहता है, एक बार भी मैं कहता हूँ, कवि कहता हूँ मैं जीवन में निरंतर सुख और दुख नहीं चाहता हूँ, क्योंकि जीवन एक खेल मिछौनी के समान होता है. कभी कभी सुख होता है, कभी कभी दुख होता है. ये सुख और दुख നിരന്തര ഹമാരെ ജീവൻ മേ നഹി ഹോത്താ ഹൈ. അതുകൊണ്ട് വിചാരിക്കുക, മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ആ ദുഃഖമല്ലായിരിക്കും. ഒരു ദിവസം കഴിയുമ്പോൾ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത ദിവസം സുഖമുണ്ടാകും. സുഖമുള്ളവർ വിചാരിക്കുക, എന്നും നമ്മുടെ ജീവിതത്തിൽ സുഖമുണ്ടാകിയല്ല, സന്തോഷമായിരിക്കുകയല്ല. ആ സന്തോഷത്തിൻ്റെ കാലം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത ദിവസം നമുക്ക് ദുഃഖമുണ്ടാകും. ജീവിതം എന്ന് പറയുന്നത് സുഖ ദുഃഖക്ക് ഏക്ക് ഖേൽ മിച്ചൗനി ഹോത്താ ഹേ. ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖമാകുന്ന ഒരു കണ്ണുപൊത്തിക്കളിയാണ്. ഏ ബാരി ബാരി സെ ഹമാരെ ജീവൻ മേ ആത്താ ഹേ. ക്ലിയർ ആയല്ലോ അർത്ഥം? നാല് ലൈൻ. ആയിക്കോളൂ. അടുത്ത ക്ലാസ് ഉള്ളവർ അടുത്ത സ്റ്റാൻസ് നോക്കൂ. सुख दुख के मधुर मिलन से एक जीवन को परिपूरन, फिर घन में ओचल हो शशि, फिर शशि से ओचल हो घन. സുഖ ദുഃഖ മധുര മിലൻ സെ. മിലൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ. അർത്ഥം അറിയാത്ത എഴുതി വെക്കണേ. മിലൻ മാനെ കൂടിച്ചേരൽ. സുഖ ദുഃഖ മധുര മിലൻ സെ एक जीवन को परिपूरन. പരിപൂരൻ മാനെ പരിപൂർണ, പൂർണ്ണമാവുക. एक घन में ओचल हो शशि. ഘന മാനെ മേഘം, മഴക്കാർ. കേൾക്കുന്നുണ്ടല്ലോ? അർത്ഥം എഴുതുമല്ലോ? അർത്ഥം എഴുതും. ഘന എന്ന് പറഞ്ഞാല് മേഘം. ഘനമേ ഓച്ചൽ ഹോ ശശി. ഓച്ചൽ മാനെ അപ്രത്യക്ഷമാകുക, ഡിസപ്പിയേർഡ്. ശശി നമുക്കറിയുന്ന വാക്കല്ലേ? അവൻ ശശിയായിപ്പോയി. ശശി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നോക്കൂ, രണ്ടാമത്തെ ഖണ്ഡികയുടെ അർത്ഥം. ഘനമേ ഓച്ചൽ ഹോ ശശി. ഘന മാനെ മേഘം, ഓച്ചൽ മാനെ അപ്രത്യക്ഷമാകുക. ശശി ചന്ദ്രൻ, മൂൺ.
फिर शशि से ओचल हो घन. എഴുതിയല്ലോ, അർത്ഥം എഴുതിയല്ലോ, അറിയാത്ത വാക്കുകൾ. कवि कहता है सुख दुख के मधुर मिलन से एक जीवन को परिपूर्ण. सुमित्रानंदन पंत नामक कवि कहता है हमारा जीवन तब परिपूर्ण होता है जब हमारे जीवन में सुख और दुख का मधुर मिलन होता है. सुख और दुख का मिलन से हमारा जीवन परिपूर्ण होता है. സുഖവും ദുഃഖവും കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമായി തീരുന്നത്. കേവൽ ദുഃഖ से हमारा जीवन पूर्ण नहीं होता, सुख से नहीं होता. जब सुख और दुख का मिलन होता है, मधुर मिलन होता है, तब हमारा जीवन परिपूर्ण होता है. उदाहरण के लिए कवि कहता है घन में ओचल हो शशि. कभी कभी आकाश में मेघ के कारण मेघ शशि को अप्रत्यक्ष करता है. അല്ലേ, ഇടയ്ക്ക് കാർമേഘം മൂണിനെ ചന്ദ്രനെ മറയ്ക്കാറുണ്ട് എന്ന് വിചാരിച്ച് ചന്ദ്രൻ എന്നേക്കുമായി മറഞ്ഞു പോകുമോ? ഇല്ല. ഫിർ ശശി സെ ഓച്ചൽ ഹോഗന. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആ മേഘത്തിൽ നിന്നും ചന്ദ്രൻ പ്രത്യക്ഷമാകും. इसी प्रकार हमारे जीवन में दुख होते समय हमें परवाह करने की आवश्यकता नहीं. कुछ समय के बाद हमारे जीवन में सुख आएगा. क्लियर आयो अर्थम? अर्थം ക്ലിയർ ആയോ? ഇനി മൂന്നാമത്തെ ഖണ്ഡിക. जग पीड़ित है अति दुख से, जग पीड़ित रे अति सुख से, मानव जग में बंट जावे सुख दुख, दुख सुख से और सुख दुख से. जग में पीड़ित है अति दुख से. जग, जग माने लोकम, दुनिया, लोकम. जग पीड़ित है. പീഡിത മാനെ വ്യാകുലപ്പെടുക, ആകുലപ്പെടുക, ദുഃഖിക്കുക എന്നൊക്കെ അർത്ഥം. അതിദുഃഖസേ, അതിദുഃഖ മാനെ അതീവ ദുഃഖം, ദുഃഖത്താൽ. ജഗ പീഡിത ഹേ അതി സുഖ സേ. മാനവ് ജഗ് മേ ബണ്ട് ജാവേ. ബണ്ടിന മാനെ വീതിക്കുക, വിതരണം ചെയ്യുക, പങ്കുവെക്കുക എന്നൊക്കെയുള്ള അർത്ഥം. മാനവ് ജഗ് മേ, ജഗ് മാനെ ജഗത്ത്, ലോകം. मानव जग में बंट जावे दुख सुख से और सुख दुख से. सुख और दुख बंट जावे, इक्वल. कभी कहता है जग पीड़ित है आदि दुख से. बहुत अधिक लोग आदि दुख से पीड़ित होते हैं. इसी प्रकार बहुत अधिक लोग अधिक सुख से पीड़ित होते हैं. कवि പറയാണ് അതീവ ദുഃഖത്താൽ ജനങ്ങൾ അല്ലെങ്കിൽ ധാരാളം ജനങ്ങൾ നമ്മുടെ ലോകത്തിൽ പ്രയാസപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ അതീവ സുഖത്താലും ജനങ്ങൾ പ്രയാസപ്പെടുന്നു. അങ്ങനെ സുഖം മാത്രം ഉണ്ടാകുമ്പോൾ പ്രയാസം ഉണ്ടാവുമോ? ഉണ്ടാവുമോ? ഉണ്ടാകുമോ? ഇല്ല. ദുഃഖം ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രയാസം തോന്നും, അല്ലേ? ഇല്ലേ? ജീവിതത്തിൽ ദുഃഖം മാത്രമാണെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുമോ? ഇല്ല, പ്രയാസമാണ്. നമ്മൾ പീഡിതരാണ്. അതേ നമുക്ക് സുഖം ഉണ്ടാവുമ്പോൾ ഉണ്ടാവുമോ? ഉണ്ടാവുമോ? സുഖം എന്നും നല്ല സുഖം തന്നെയാണ് ജീവിതത്തിൽ. അതുകൊണ്ട് നമ്മൾ പ്രയാസപ്പെടുമോ? ജീവിതം ദുഷ്കരമാകുമോ? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് 4 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ ദിവസവും ബിരിയാണി തന്നെയാണെന്ന് വിചാരിക്കുക. ബിരിയാണി നല്ല ഭക്ഷണമാണല്ലോ, അല്ലേ? ചോറിനെ അപേക്ഷിച്ച് നല്ല ഭക്ഷണമാണല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ. എല്ലാ ദിവസവും 4 നേരം ബിരിയാണി കഴിക്കുമ്പോൾ എന്താ തോന്നുന്നത്? നമുക്ക് മടുപ്പ് തോന്നും, അല്ലേ? എന്നും കവി कहता है इसी प्रकार जीवन में सुख ही सुख होते समय भी पीड़ा होता है. സുഖം തന്നെ ആയാലും, അതുകൊണ്ടാണ് നമ്മൾ വെറൈറ്റി ഭക്ഷണത്തിൽ മാറി മാറി ഓരോന്ന് ഉപയോഗിക്കുന്നത്, അല്ലേ? എന്നും നല്ല ഭക്ഷണം തന്നെ ആയാലും നമ്മൾ മടുക്കും, എന്നും കഞ്ഞി തന്നെ ആയാലും മടുക്കും. അപ്പോൾ ഇത് മാറി മാറിയാണെങ്കിലോ നമുക്ക് സന്തോഷം, സന്തോഷം, ജീവിതത്തിൽ സന്തോഷം. इसी प्रकार कभी कहता है दुख होते समय हमें पीड़ा होता है, सुख ही होते समय भी पीड़ा होता है.
इसलिए जीवन में सुख और दुख बंट जाना चाहिए. അതുകൊണ്ട് ജീവിതത്തിൽ സുഖവും ദുഃഖവും ഇങ്ങനെ ഉണ്ടാകണം, പങ്കിടപ്പെടണം. അപ്പം हमारे जीवन में दुख होते समय हमें सोचे हमारे जीवन में केवल दुख ही नहीं होते हैं, दुख के बाद सुख आते हैं. सुख ही सुख होते समय भी हमारा जीवन उचित नहीं, अच्छी तरह नहीं आगे जाते हैं. इसलिए दुख सुख से और सुख दुख से हमारा जीवन पूर्ण होता है. क्लियर आया आशयम? कभी कहता है सुख ही होते समय हमारा जीवन पीड़ित होता है और दुख भी होते समय हमारा जीवन होता है. ये सुख और दुख हमारे जीवन में बंट जाना चाहिए, शेयर होना चाहिए. सुख और दुख बारी बारी से हमारे जीवन में आने से हमारा जीवन पूर्ण होता है या सुखी हो जाता है. അടുത്ത സ്റ്റാൻസ് നോക്കാം. ആരോ മൊബൈലിൻ്റെ അടുത്ത് വേറെ എന്തോ ഉപകരണം വെച്ചിട്ടുണ്ടോ, ടി വി വല്ലതും ഓണാക്കിയിട്ടുണ്ടോ? ഓഫാക്കുക കേട്ടോ. अविरत दुख के उत्पीड़न, अविरत सुख भी उत्पीड़न, सुख दुख की निशा दिवा में सोता जागता जग जीवन. अविरत दुख भी उत्पीड़न. अविरत दुख माने अविरत माने നിരന്തരമായ സ്ഥിരമായ എന്നൊക്കെ അർത്ഥം. उत्पीड़न माने दुख प्रयासम. अविरत सुख भी उत्पीड़न, सुख दुख की निशा दिवा में. निशा माने ഇരുട്ട്, രാത്രി. ദിവാമാനെ വെളിച്ചം, പകല് എന്നൊക്കെ അർത്ഥം. സോത്ത ജാഗത്ത ജഗജീവൻ. സോത്ത ജാഗന ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക. ജഗജീവൻ മാനെ जगत का जीवन, मनुष्य का जीवन. और कभी कहता है अविरत दुख भी उत्पीड़न और अविरत सुख भी उत्पीड़न. हमारे जीवन में निरंतर सुख या दुख होने से हमारे मन में उत्पीड़न या दुख होता है. നമ്മുടെ ഹൃദയവ്യതയുണ്ടാകുന്നു, അല്ലെങ്കിൽ അതും നമ്മുടെ ജീവിതത്തെ പ്രയാസത്തിലാക്കുന്നു. सुख दुख की निशा दिवा में सोता जागता जग जीवन. जग का जीवन सुख और दुख की निशा दिवा में, सुख सुख दिवा के समान होता है और दुख निशा के समान होता है. दुख सुख की निशा दिवा में सोता जागता जग जीवन. सुख दुखमाകുന്ന പകലും രാത്രിയിലും जिस प्रकार जीवन में निशा होता है और दिवा होता है, നമ്മുടെ ജീവിതത്തിൽ പകലും രാത്രിയും മാറി മാറി വരുന്നത് പോലെ സുഖ और दुख, സുഖവും ദുഃഖവും ഭാരി ഭാരിസേ ആത്തെ ഹേ. അത് വീണ്ടും വീണ്ടും വന്നും പോയിക്കൊണ്ടേയിരിക്കും, മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. സോത്താ ജാഗത്ത ജഗി ജീവൻ. അങ്ങനെ ഉറങ്ങുകയും ഉണരുകയും ചെയ്ത് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നു. ഉറക്കം മാത്രമായ സുഖം ഉണ്ടാകിയാൽ അല്ലേ? ഉണർന്നിരിക്കൽ മാത്രമാകുമ്പോൾ സുഖം ഉണ്ടാകിയാൽ ഉറക്കവും ഉണർന്നിരിപ്പും മാറി മാറി ജീവിതത്തിൽ വരണം. इसी प्रकार हमारे जीवन में सुख और दुख बारी बारी से आना चाहिए. क्लियर आयो आशयम? यह सांझ उषा का आंकन आलिंगन विरह मिलन का चिरहास अश्रुमय आनंद दे इस मानव जीवन का. एक सांझ उषा का आंगन. सांझ, सांझ माने संध्या, उषा माने प्रभातम, मॉर्निंग. सांझ माने इवनिंग. एक सांझ उषा का आंगन. आंगन माने मुटम, ग्राउंड. आलिंगन विरह मिलन का. आलिंगन माने आश्लेषम, ആശ്ലേഷിക്കുക, പുണരുക എന്നുള്ളത്. വിരഹ് മിലൻ കാ. ആലിംഗൻ മാനെ ആലിംഗനം ചെയ്യുക, പുണരുക, ആശ്ലേഷിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. വിരഹ് മിലൻ, ദുഃഖ ഓർ മിലൻ, ദുഃഖ ഓർ സന്തോഷ്. ചിരഹാസ് അശ്രുമയ ആനന്ദ്. ചിരഹാസ്, ഹാസ് മാനെ സന്തോഷം, സുഖ്. അശ്രുമയ, അശ്രുമാനെ കണ്ണീര് എന്ന് പറഞ്ഞാൽ ദുഃഖം. ദേ ഇസ് मानव जीवन का. कवि कहता है मानव जीवन, मनुष्य का जीवन सुख और दुख का या विरह मिलन का
മിലൻ സേ ഹി ഹോത്താ ഹേ. മനുഷ്യജീവൻ എന്ന് പറയുന്നത് സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ചിരിയുടെയും കരച്ചിലിൻ്റെയും സന്ധ്യയുടെയും പ്രഭാതത്തിൻ്റെയും മിലൻ സേ ഹോത്താ ഹേ. എപ്പോഴും സന്ധ്യ തന്നെ ആയാൽ ജീവനത്തിൽ ഒരു സുഖം ഉണ്ടാകില്ല. और हमेशा हमारे जीवन में उषा होते भी हमें उतना सुख नहीं होता है. इसलिए कभी कहता है जब हमारे जीवन में मनुष्य के जीवन में എപ്പോഴാണോ മനുഷ്യന്റെ ജീവിതത്തിൽ ഹാസ് അശ്രുമയ या विरह और मिलन सांझ और उषा का मिलन होता है तब हमारा जीवन पूर्ण होता है और हमारा जीवन सफल होता है. സുഖവും ദുഃഖവും ചിരിയും കരച്ചിലും അതേപോണക്ക് വൈകുന്നേരവും രാവിലെയും ഒക്കെ കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം സുഖകരമായി തീരുന്നത്, അർത്ഥവത്തായി തീരുന്നത്. ആശയം ക്ലിയറായോ? ഇപ്പൊ കവി പറയുന്നതിന്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് കവി? മനുഷ്യന്റെ ജീവൻ മേ സുഖ ഓർ ദുഃഖ ഹോത്താ ഹേ. മനുഷ്യന്റെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടാകുന്നു. ദുഃഖം മാത്രമായിട്ട് ദുഃഖ ഹി ദുഃഖ ഏക വ്യക്തിക്ക് ജീവൻ മേ നഹി ഹോത്താ ഹേ, സുഖ ഹി സുഖ നഹി ഹോത്താ ഹേ. സുഖം മാത്രമായിട്ടോ ദുഃഖം മാത്രമായിട്ടോ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ये सुख और दुख का मिलन से हमारा जीवन पूर्ण होता है. സുഖവും ദുഃഖത്തിൻ്റെയും കൂടിച്ചേരൽ നടക്കുമ്പോഴാണ് ജീവിതമാകുന്നത്, ജീവിതം പൂർത്തിയാകുന്നത്, പൂർണ്ണമാകുന്നത്. ക്ലിയർ ആയല്ലോ? അവർ ഒരു പ്രവർത്തനം കൊടുത്തിരിക്കുന്നത് നോക്ക്, പാഠപുസ്തകത്തിൽ സ്ക്രീനിൽ നോക്ക്. കവിതാക്കെ ശബ്ദയുഗ്മോങ്ക ചയൻ കർക്കെ ലിഖേ. കവിതാക്കെ ശബ്ദയുഗ്മ എന്ന് പറഞ്ഞാൽ ജോഡികളായിട്ട് കൊടുത്തിരിക്കുന്ന ശബ്ദങ്ങൾ കവിതയിൽ നിന്നും കണ്ടുപിടിച്ച് എഴുതുക. നോട്ട് ബുക്കിൽ എഴുതാനുള്ളതാണ് കേട്ടോ. ഉദാഹരണം കൊടുത്തിട്ടുണ്ട് സുഖ ദുഃഖ്, അതേപോലെയുള്ള വാക്കുകൾ. മറ്റൊരു വാക്ക് കവിതയിൽ നിന്ന് കണ്ടുപിടിച്ച് പറയാൻ പറ്റുമോ? സുഖ ദുഃഖ്. അതേപോലെ മറ്റൊരു വാക്ക് കവിതയിൽ നിന്ന് ഇപ്പൊ കണ്ടുപിടിക്കാൻ പറ്റുമോ? നിഷാദിബ. പിന്നെ വിരഹ മിലൻ, ഹാസ് അശ്രുമയ, മാനവ ജീവൻ. ഇങ്ങനെ കണ്ടുപിടിച്ച് എഴുതാൻ പറ്റുമല്ലോ. കിട്ടുന്ന അത്രയും എഴുതുക. ഞാൻ വർക്ക്ഷീറ്റ് അയച്ചു തരുമ്പോൾ അതിലുണ്ടാകും ബാക്കി കേട്ടോ. ഹോംവർക്ക് തന്നെ, ഹോംവർക്കായിട്ട് ചെയ്യുക. തെറ്റുണ്ടെങ്കിൽ ഞാൻ നോട്ട് തരുമ്പോൾ കൃത്യമായിട്ട് എഴുതുക, തിരുത്തുക കേട്ടോ. അവരൊക്കെ വർഗ പഹേലി, ഒരു പസില് പൂരിപ്പിക്കാനായിട്ട് തന്നു. പസില് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? പഹേലി നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും, മാധ്യമങ്ങളിലും പേപ്പറുകളിലും മാലമാസികളിലൊക്കെ കാണും. ഒന്നൊക്കെ ദായിയോ വലത്തേക്ക് പൂരിപ്പിക്കേണ്ടതാണ്. ഈ കവിതയുമായി ബന്ധപ്പെട്ടാണ്. മുഖക്ക സമാനാർത്ഥി ശബ്ദം, മുഖ് എന്നുള്ളതിന്റെ സമാനമായിട്ടുള്ള ശബ്ദം കണ്ടുപിടിക്കുക. എന്നിട്ട് 1 നമ്പർ ഇട്ടെടുത്ത് എഴുതുക. 3 അക്ഷരം ഉണ്ടാകും. ഇസ്ക അർത്ഥ ഹേ ആകാശ്, അടുത്ത 5-ാമത്തെയാണ്. അഗല ഛേ സുഖ ദുഃഖ കെ മിലൻ സേ യഹ് പരിപൂർണ ഹോ ജാതാ ഹേ. സുഖ ദുഃഖത്തിന്റെ കൂടിച്ചേരലിൽ ഇവ പൂർണ്ണമായി തീരുന്നു. 9 യഹ് നിരന്തർ ക സമാനാർത്ഥി ശബ്ദ ഹേ. നിരന്തർ എന്നുള്ളതിന്റെ സമാനാർത്ഥി ശബ്ദം, സമാനമായ പദമാണ് ഇത്. അതാണ് അവിടെ പൂരിപ്പിക്കുക. അകല നീച്ചേക്ക് ഓർ, താഴേക്ക് പൂരിപ്പിക്കേണ്ടത്. സഫലത പാനെ കെ ലിയെ ഇസ്കി സരൂരത്ത് ഹേ. നേട്ടമുണ്ടാകുന്നതിന്, വിജയമുണ്ടാകുന്നതിന് ഇത് ആവശ്യമാണ്. 2 താഴത്തേക്ക് പൂരിപ്പിക്കാനുള്ളത്. അകല 3 മേഘ കെ ലിയെ ഇസ് കവിത മേ പ്രയുക്ത ശബ്ദം. മേഘ എന്നുള്ളതിന് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദം. 4 കവിത മേ സംസാർ കാ പ്രതീകാത്മക ശബ്ദം. സംസാർ, ദുനിയ, ലോകം എന്നുള്ളതിന് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദം.
അഗല സാഫ് ഉഷാ കാ അർത്ഥ, ഉഷ എന്ന വാക്കിന്റെ അർത്ഥം ഹിന്ദിയിലാണ് എഴുതേണ്ടത്. അഗല ആഠ് സുഖദുഃഖ് കിസി വിധാക്കി രചനാഹേ. സുഖദുഃഖ് എന്ന് പറയുന്നത് എപ്രകാരമുള്ള രചനയാണ്, കഥയാണോ കവിതയാണോ നോവലാണോ, ഇങ്ങനെ ചോദിക്കും. അഗല 10 യഗ് കബി നഹി ബോൽന ചാഹിയെ. ഇത് ഒരിക്കലും പറയരുത്. ഏതോ ഒരു കാര്യം ഒരിക്കലും പറയരുത്. സച്ച് എന്നുള്ളതിന്റെ വിപരീത ശബ്ദമായിരിക്കും. സുഖദുഃഖ് കവിതാക്ക ആശയം, ആശയം ഞാൻ അയച്ചു തരുന്നതായിരിക്കും, അന്നേരം നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിർത്തിയാലോ? അത്രയും മതി. ഓക്കെ.